UDF-ന്റെ ഏകോപന സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അവരുടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔദ്യോഗികമായി ധാരണ UDF-നുള്ളിൽ ആയ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഏകോപന സമിതി ചേർന്നുകൊണ്ട് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് UDF ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെ ഉള്ളവർ നടത്തുന്ന പ്രതിഷേധ ജാല അല്ലെങ്കിൽ സമരാഗ്നി എന്ന പേരിൽ അവരുടെ പദയാത്ര തുടരുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അന്തിമമായ ഒരു ചർച്ചയിലേക്ക് കൂടി ഇപ്പോൾ UDF-ഉം കോൺഗ്രസ് നേതൃത്വവും എത്തുന്നത്. മൊത്തം 20 സീറ്റിൽ 16 സീറ്റിലും UDF മത്സരിക്കുമെന്നുള്ളതാണ്, കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നതിൽ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും ഓരോ സീറ്റിലും, മുസ്ലിം ലീഗ് 2 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേട്ടതാണ് മുസ്ലിം ലീഗ് 3 സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് UDF-നുള്ളിൽ കലഹങ്ങളൊക്കെ തന്നെ ഉരുതിരിഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 3 സീറ്റിന്റെ ആവശ്യം നിലവിൽ മുസ്ലിം ലീഗിനില്ല. അത് പരിഗണിക്കാം എന്നുള്ള രീതിയിലൊരു സമവായ ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. 2 സീറ്റിലേക്ക് മുസ്ലിം ലീഗ് ഒതുങ്ങുകയും ആ തീരുമാനത്തിൽ ഔദ്യോഗികമായി അവർ അനുകൂലം പ്രകടിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആ ഒരു ആശയക്കുഴപ്പങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ UDF-ന്റെ ഔദ്യോഗികമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ട് അതിന്റെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ആരൊക്കെ മത്സരിക്കും, ഏതൊക്കെ സീറ്റുകളിൽ എവിടൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു ധാരണ ആയിട്ടില്ല. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്താണ് ഈ ഒരു ഏകോപന സമിതി യോഗം ചേരുക. അത് മാത്രമല്ല RSP ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് ഘടകകക്ഷികളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കോട്ടയം സീറ്റ് കോൺഗ്രസ് ആഗ്രഹിച്ചതാണ്. പക്ഷേ ആ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൊടുക്കാൻ ഒരു ധാരണ നിലവിൽ UDF-ൽ ആയിട്ടുണ്ട്. അതും ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൊല്ലം സീറ്റ് RSPക്ക് തന്നെയാണ്. അത് നിലവിൽ തീരുമാനിച്ചതുപോലെയും മുൻ വർഷങ്ങളിൽ നൽകിയിട്ടുള്ളതുപോലെയും RSPക്ക് തന്നെ ആ സീറ്റ് നൽകും. പ്രധാനമായും UDF വിലയിരുത്തുന്നത് 2019-ലെ സാഹചര്യം, ഒരു അനുകൂല തരംഗം ഈ വർഷവും അല്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPM വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായുള്ള നിരവധി ആരോപണങ്ങളൊക്കെ തന്നെ അനുകൂല തരംഗമായി വരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടവെക്കാതെ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് UDF-ന്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ കടുത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ കടുത്ത ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗിനെ തണുപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാണ് ലീഗ് നിലപാട് മാറ്റിയിട്ടുള്ളത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയിൽ എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല 3 സീറ്റ് ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ലീഗ് ആവശ്യപ്പെട്ടത്. എന്തായാലും അതൊക്കെ മാറി 2 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ് മുസ്ലിം ലീഗ്. ഒപ്പം തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ന് സീറ്റ് വിഭജന പ്രഖ്യാപനം നടത്തിയ ശേഷം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ചർച്ചകളിലേക്കും കടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ UDF-ന്റെ ഏകോപന സമിതി യോഗം ചേരുന്നത്. ലക്ഷ്മി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.